ഇറങ്ങാനൊന്നും സമയം കിട്ടുന്നില്ലടി. അവർ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ആ, അതുകൊണ്ടാണ് പിന്നെ കല്യാണത്തിനും വരാത്തെ. 6 മാസമായിട്ടേ ആയിട്ടുള്ളൂ കുഞ്ഞിനെ. എൻ്റെ സഹായമൊന്നും വേണ്ട, പണിക്കാളെ നിർത്തിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ഒരു നോട്ടം വേണ്ടേ, അതുകൊണ്ടാണ്. പെയിൻ്റൊക്കെ അടിച്ചു അല്ലേ? എവിടെ മരുമോള്? ആ, അമ്പലത്തിൽ പോയതാ. ആ, കണ്ടിട്ട് പോവാ. കണ്ടില്ലല്ലോ. സ്വർണ്ണമൊക്കെ ഒത്തിരി കിട്ടിയോ? ആ, അതൊക്കെ ചോദിക്കണം. എല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തൊക്കെയോ കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് രാത്രിയിൽ. അത് പിന്നെ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങ് റെഡി ആയിക്കോളും. ചായ വേണ്ടായിരുന്നു കൂടി. ഞാനിപ്പോൾ ചായ ഒന്നും രാവിലെ കുടിക്കലില്ല. എന്തോ ഓറഞ്ച് ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ അതൊക്കെ ഇപ്പോൾ കൊണ്ടുത്തരുന്നത്. ആ, നല്ല ചായ. ആ, ഇപ്പം സാരി തന്നെ ഉടുക്കുന്നത്. മരുമോള് പറയാം നല്ല സാരികൾ അലമാരിയിൽ ഇങ്ങനെ ഇരിക്കും, അമ്മ എന്തിനാ ഇങ്ങനെ ഉടുക്കാണ്ടിരിക്കും. വീട് പണിയൊക്കെ നോക്കണ്ടേ? എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഇതിലങ്ങ് കിടന്നാൽ മതിയോ നിനക്ക്? നീ എന്തായാലും വീട് പണീനെ പറ്റിയൊക്കെ ഒന്ന് നോക്കാൻ നോക്ക്. അപ്പം അത്യാവശ്യം സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടില്ലേ, അതൊക്കെ എടുത്തൊന്ന് പണയം വെച്ചിട്ട് വേഗം വീട് പണിയാൻ നോക്ക്. അല്ലാണ്ട് അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം എന്താ കാര്യം? ആ, വന്നല്ലോ. ആ, ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഓ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പലത്തിൽ പോയിരുന്നു അല്ലേ? കല്യാണത്തിന് അങ്ങ് വരാൻ പറ്റിയില്ല. ആ, മോളും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവരങ്ങ് അമേരിക്കയിലാ. ഞാൻ പറയായിരുന്നു വീടൊക്കെ ഒന്ന് മാറ്റി പണിയണ്ടേന്നേ. ഇനിയിപ്പം മോളെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊന്ന് വീടൊക്കെ ഒന്ന് വേഗം പണിയാലോ എന്ന് പറയായിരുന്നു. ജോലി അങ്ങ് റിസൈൻ ചെയ്തു അല്ലേ? വലിയ ശമ്പളമൊന്നും ഇല്ലല്ലോ, പിന്നെ റിസൈൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആ, ആ, ഡ്രസ്സ് മാറിയിട്ടോ. ആരാ കൊണ്ടുവന്ന ആലോചന? ആ, നമ്മുടെ മറ്റേ എന്താ പേര്, സുധാകരനോ? ആ, എനിക്കറിയാം. അവന് കുറേ ആലോചന കൊണ്ടുവന്നതല്ലേ, നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കളർ കുറച്ച് കുറവാ അല്ലേ? എനിക്ക് തോന്നി. മനുവിന് കുറച്ചുകൂടെ നല്ല പെണ്ണിനെ എനിക്ക് കിട്ടുമായിരുന്നു കേട്ടോ. നിങ്ങളെ തിരക്കുകൊണ്ടാ. ആ, പിന്നെ നമ്മളോടൊന്നും ആലോചിക്കുന്ന പതിവ് നിങ്ങൾക്കില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ വീടൊക്കെ ഒന്ന് ഇതാക്കാൻ നോക്ക്. പിന്നെ പണിക്ക് വിടുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട, വലിയ സാലറി ഉള്ള പണിയൊന്നും അല്ലല്ലോ. ഇവിടെയുള്ള പണിയൊക്കെ അത്യാവശ്യം എടുത്ത് അങ്ങ് പോട്ടെ, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. പറഞ്ഞൊന്നും മറക്കണ്ട. ആ, വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. പിന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ നമ്മളോടും കൂടി ഒന്ന് ആലോചിക്കുക. അല്ലാണ്ട് ഇതുപോലെ ഈ ചാടിക്കയറി ഉറങ്ങുന്ന എടുത്തിട്ട് നാലാളുടെ മുമ്പിൽ കൂടെ നടത്തിക്കൊണ്ട് പോകേണ്ടതല്ലേ. കുറച്ചുകൂടി നല്ലതൊക്കെ കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ. എന്നാൽ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ, ഞാൻ വരാം.